നമസ്കാരം. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഗതിവിഗതികൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ഗൗരവകരമായ പഠനങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ കർമ്മഫലദാതാവായ ശനി ഭഗവാൻ തന്റെ സഞ്ചാരപഥത്തിൽ വരുത്തുന്ന സുപ്രധാനമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദൃക്പഞ്ചാംഗം അനുസരിച്ച് ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം ശനിദേവൻ മെയ് 17 രേവതി നക്ഷത്രത്തിൽ പ്രവേശിക്കും. രേവതി നക്ഷത്രത്തിന്റെ ഭരിക്കുന്ന ഗ്രഹമാണ് ബുധൻ. ജ്യോതിഷത്തിൽ ബുധനും ശനിയും സൗഹൃദപരമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ശനിയുടെ ഈ നക്ഷത്രമാറ്റം പലരുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് കരിയർ, ബിസിനസ് കാര്യങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നത് ഉറപ്പാണ്. നിലവിൽ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിദേവൻ വരാനിരിക്കുന്ന മെയ് മാസം 17 മുതൽ ബുധന്റെ നക്ഷത്രമായ രേവതിയിലേക്ക് തന്റെ പ്രവേശം നടത്തുകയാണ്. ഒക്ടോബർ 9 വരെയുള്ള ഏകദേശം 6 മാസക്കാലം ശനി ഭഗവാൻ ഈ നക്ഷത്രത്തിലാണ് നിലകൊള്ളുന്നത്. ബുദ്ധിശക്തിയെയും ആശയവിനിമയത്തെയും സ്വാധീനിക്കുന്ന ബുധന്റെ നക്ഷത്രത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ചിന്താപരമായ വ്യക്തതയ്ക്കും കർമ്മരംഗത്തെ പ്രായോഗികമായ മാറ്റങ്ങൾക്കും ഇത് വഴിതെളിക്കും. ജ്യോതിഷത്തിൽ ശനിയെ പ്രവൃത്തി, അച്ചടക്കം, നീതി എന്നിവയുടെ പ്രതീകമായി കണക്കാക്കുന്നു. അതേസമയം ബുധൻ ബുദ്ധി, ആശയവിനിമയം, ബിസിനസ്, യുക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ബുധന്റെ നക്ഷത്രത്തിൽ ശനി പ്രവേശിക്കുമ്പോൾ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ഉറപ്പാണ്. അവർക്ക് വിജയം നേടാനും കഴിയും. ഈ ഒരു നക്ഷത്രമാറ്റം നിങ്ങളുടെ രാശികളെ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദത്തിൽ ജനിച്ചിരിക്കുന്ന നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയുന്നത് ഇതാണ്: മെയ് 17 മുതൽ ഒക്ടോബർ 9 വരെ ശനി ഭഗവാൻ രേവതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന ഒരു പ്രധാന ഘട്ടമായിരിക്കും. ഈ സമയത്ത് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ചില മാറ്റങ്ങളും പരീക്ഷണങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ ഓരോ കാര്യവും കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടി വരും. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ കാലയളവിൽ നിങ്ങൾ വളരെ സൂക്ഷ്മമായി മുന്നോട്ട് പോകേണ്ടതാണ്. അപ്രതീക്ഷിതമായി ചില ചെലവുകൾ ഉയർന്നേക്കാം. അതിനാൽ കൈവശമുള്ള സമ്പാദ്യം ചെലവഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കുന്നത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കുന്നതാണ് കൂടുതൽ ഗുണകരം. എന്നാൽ നിങ്ങൾ മുൻപ് നടത്തിയ ചില നിക്ഷേപങ്ങളിൽ നിന്നോ വിദേശ സ്രോതസ്സുകളിൽ നിന്നോ ചെറിയ തോതിൽ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നു. അതിനാൽ അത് നിങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസമായി മാറും. തൊഴിൽ മേഖലയെക്കുറിച്ച് നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായ ഘട്ടമായിരിക്കും. നിങ്ങളുടെ പരിശ്രമത്തിന് ഉടൻ ഫലം ലഭിക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾ ക്ഷമ കൈവിടാതെ മുന്നോട്ടു പോകേണ്ടതാണ്. മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ മിതത്വവും വിനയവും പാലിക്കുന്നത് ഏറെ പ്രധാനമാണ്. കാരണം ചെറിയ തെറ്റിദ്ധാരണകൾ പോലും ഒഴിവാക്കേണ്ട സമയമാണിത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും IT മേഖലയിലുള്ളവർക്കും ഈ നക്ഷത്രമാറ്റം ചില പുതിയ അവസരങ്ങൾ തുറന്നു നൽകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് എങ്കിൽ വലിയ വിപുലീകരണങ്ങൾ നടത്തുന്നതിന് മുൻപ് പരിചയസമ്പന്നരുമായി ആലോചിക്കുന്നത് നിങ്ങൾക്ക് സുരക്ഷിതമായ തീരുമാനമെടുക്കാൻ സഹായിക്കും. ആരോഗ്യപരമായി നോക്കുമ്പോൾ ഈ സമയത്ത് ശാരീരിക അസ്വസ്ഥതകളേക്കാൾ മാനസികമായ പിരിമുറുക്കം കൂടുതലാകാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് ഉറക്കം ഉറപ്പാക്കുകയും ചെയ്യണം. കണ്ണുകൾക്കും കാലുകൾക്കും ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബവും വ്യക്തിബന്ധങ്ങളും സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമായേക്കാം. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ നിലപാട് മൃദുവാക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുകയും കാര്യങ്ങളെ സമാധാനപരമായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. നിങ്ങൾ ദൂരയാത്രകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ യാത്രയ്ക്കിടെ നിങ്ങളുടെ സാധന സാമഗ്രികളുടെ സുരക്ഷയിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. നക്ഷത്രഫലങ്ങളെ പ്രത്യേകം നോക്കിയാൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം വർദ്ധിക്കുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും.
ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് വിനോദത്തിനും ആഡംബരത്തിനുമായി പണം ചിലവഴിക്കുന്നതിൽ നിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാതിരിക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാർത്തികയുടെ ആദ്യപാദത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് സമൂഹത്തിൽ ഒരു മാന്യമായ സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ മുതിർന്നവരുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. ഈ കാലഘട്ടത്തിൽ ശനിയുടെ പ്രഭാവം കുറയ്ക്കുന്നതിനായി നിങ്ങൾ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാജനം വഴിപാട് കഴിക്കുന്നതും ഉചിതമാണ്. ഓം ശനീശ്വരായ നമ എന്ന മന്ത്രം നിങ്ങൾ ഭക്തിയോടെ ജപിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന് ധൈര്യവും ആത്മവിശ്വാസവും നൽകും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ചില പരീക്ഷണങ്ങൾ മുന്നിൽ വെക്കുന്ന കാലഘട്ടമായിരിക്കാം. എന്നാൽ നിങ്ങൾ ശാന്തതയും വിവേകവും കൈവിടാതെ മുന്നോട്ടു പോകുന്നുവെങ്കിൽ ഈ സമയം നിങ്ങളെ കൂടുതൽ ശക്തനും പരിചയസമ്പന്നനും ആക്കി മാറ്റുമെന്ന് വ്യക്തമായി കാണുന്നു. ഇടവം രാശി. ഇടവം രാശിയിൽ കാർത്തികയുടെ 3ഉം 4ഉം പാദങ്ങൾ, രോഹിണി, മകയിരത്തിന്റെ ആദ്യ 2 പാദങ്ങളിൽ ജനിച്ചിരിക്കുന്ന നിങ്ങൾക്ക് മെയ് 17 മുതൽ ഒക്ടോബർ 9 വരെ നീളുന്ന ഈ 6 മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രത്യേക ഘട്ടമായിരിക്കും. ശനി ഭഗവാൻ ബുധന്റെ ക്ഷേത്രത്തിലേക്ക് മാറുന്ന ഈ സമയത്ത് ഭാഗ്യവും നേട്ടങ്ങളും നിങ്ങളുടെ പക്ഷത്തേക്ക് തിരിയുന്ന സാഹചര്യമാണ് വ്യക്തമായി കാണുന്നത്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഘട്ടങ്ങളിൽ ഒന്നായി തോന്നുന്നു. ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന പണം അപ്രതീക്ഷിതമായി കൈവന്നു ചേരാനുള്ള സാധ്യത വളരെ ശക്തമാണ്. നിങ്ങൾക്ക് പുതിയ നിക്ഷേപങ്ങൾ ആരംഭിക്കാൻ ഇത് വളരെ അനുയോജ്യമായ സമയമാണെന്ന് കാണുന്നു. ഒരേ സമയം പല സ്രോതസ്സുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇതുവരെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന കടബാധ്യതകളിൽ നിന്നും ഒരു വലിയ പരിധിവരെ മോചനം ലഭിക്കാനിടയുള്ളതിനാൽ സാമ്പത്തികമായി നിങ്ങൾക്ക് ഒരു വലിയ ആശ്വാസം ലഭിക്കുന്ന ഘട്ടമായിരിക്കും ഇത്. തൊഴിൽ മേഖലയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പുരോഗതിയും അംഗീകാരവും ലഭിക്കുന്ന സമയം തന്നെയാണിത്. നിങ്ങളുടെ പരിശ്രമങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണമായ പിന്തുണ ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ പുതിയ കരാറുകളിൽ ഏർപ്പെടാനും അതിലൂടെ ലാഭം നേടാനും നിങ്ങൾക്ക് കഴിയും. തൊഴിൽ തേടുന്നവർക്ക് അവർ ആഗ്രഹിച്ച ജോലി ലഭിക്കാനോ ഇതിനകം ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനോ ശമ്പള വർധനവോ ലഭിക്കാനോ വളരെ നല്ല സാധ്യതയുണ്ട്. ആരോഗ്യപരമായി നോക്കുമ്പോൾ ഈ കാലയളവിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യത കുറവാണ്. ദീർഘനാളായി നിങ്ങളെ അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുകയും അതിലൂടെ ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഈ സമയത്ത് നിങ്ങൾ മാനസികമായി വളരെ സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടുന്ന അവസ്ഥയിലായിരിക്കും. എന്നിരുന്നാലും ഭക്ഷണകാര്യങ്ങളിൽ നിങ്ങൾ മിതത്വം പാലിക്കുന്നത് ഉത്തമമാണ്. കുടുംബവും വ്യക്തിബന്ധങ്ങളും സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് ഏറെ സന്തോഷകരമായ അനുഭവങ്ങൾ നൽകുന്ന ഘട്ടമായിരിക്കും. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വലിയ സഹായങ്ങൾ ലഭിക്കാനുള്ളതിനാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങളെ അഭിമാനത്തോടെ നിറയ്ക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. നക്ഷത്രഫലങ്ങളെ പ്രത്യേകം നോക്കുമ്പോൾ കാർത്തികയുടെ 3ഉം 4ഉം പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് രാഷ്ട്രീയ മേഖലയിലോ പൊതുരംഗത്തിലോ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഉന്നത പദവികൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് അവരുടെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുകയും വീട് അല്ലെങ്കിൽ വാഹനം വാങ്ങാനുള്ള ആഗ്രഹങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും. മകയിരത്തിന്റെ ആദ്യ 2 പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് കലാകായിക രംഗങ്ങളിൽ മികച്ച അവസരങ്ങൾ ലഭിക്കാനും യാത്രകൾ ഗുണകരമായി ഭവിക്കാനും സാധ്യതയുണ്ട്. ഈ ശുഭഫലങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി നിങ്ങൾ മഹാലക്ഷ്മി ഭജനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ലളിതാ സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയും സന്തോഷവും നിറഞ്ഞ ഒരു അനുഗ്രഹീത കാലഘട്ടമായിരിക്കും എന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. നിങ്ങൾ ഈ അവസരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. മിഥുനം രാശി. മകയിരത്തിന്റെ ആദ്യ 2 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിന്റെ 3ഉം 4ഉം പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർ.
മെയ് 17 മുതൽ ഒക്ടോബർ 9 വരെ നീളുന്ന ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കർമ്മരംഗത്ത്, വലിയ മാറ്റങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും വഴിതെളിക്കുന്ന ഒരു പ്രധാന ഘട്ടമായിരിക്കും. ശനി ഭഗവാൻ തന്റെ മിത്രമായ ബുധന്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ പൊതുവെ ഗുണകരമായ ദിശയിലായിരിക്കും എന്ന് വ്യക്തമായി കാണുന്നു. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മിതമായ രീതിയിൽ പുരോഗതി അനുഭവപ്പെടും. നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിന് അനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നതായി കാണുന്നു. അതായത് നിങ്ങൾ ചെയ്യുന്ന പരിശ്രമം വെറുതെ ആകില്ല. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ സമയത്ത് അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചിലവാക്കുന്നത് നിങ്ങൾ നിയന്ത്രിക്കുന്നുവെങ്കിൽ മാത്രമേ സാമ്പത്തിക ഭദ്രത സ്ഥിരമായി നിലനിർത്താൻ സാധിക്കുന്നു എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. തൊഴിൽ മേഖലയിൽ നോക്കുമ്പോൾ ഈ കാലയളവ് നിങ്ങൾക്ക് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ചിലപ്പോൾ അതൊരു സമ്മർദ്ദമായി തോന്നിയേക്കാം, പക്ഷേ ഭാവിയിൽ അത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്നതായി മാറും. നിങ്ങൾ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ഈ സമയം വളരെ അനുയോജ്യമാണ്. IT, മാധ്യമം, അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന അവസരങ്ങൾ ലഭിക്കുന്നതായി കാണുന്നു. ആരോഗ്യപരമായി നോക്കുമ്പോൾ ഈ സമയത്ത് വലിയ ആശങ്കകൾക്ക് സ്ഥലം കാണുന്നില്ല. മുൻപുണ്ടായിരുന്ന ചില ശാരീരിക അസ്വസ്ഥതകൾക്ക് ശമനം ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ജോലിഭാരം കൂടുന്നതിനാൽ ചെറിയ രീതിയിലുള്ള ക്ഷീണമോ പേശിവേദനയോ അനുഭവപ്പെടാൻ ഇടയുണ്ട്. അതിനാൽ നിങ്ങൾ കൃത്യമായ വിശ്രമം എടുക്കുന്നത് നിർബന്ധമായും ശ്രദ്ധിക്കണം. കുടുംബവും വ്യക്തിബന്ധങ്ങളും സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് സമാധാനപരമായ അനുഭവങ്ങൾ നൽകുന്ന കാലഘട്ടമായിരിക്കും. കുടുംബജീവിതത്തിൽ ഒരു സ്ഥിരതയും ശാന്തതയും നിലനിൽക്കുന്നുവെന്ന് കാണുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ചേർന്ന് പുതിയ പദ്ധതികൾ തയ്യാറാക്കാൻ, ഉദാഹരണത്തിന് ഭവന നിർമ്മാണമോ യാത്രകളോ നിങ്ങൾക്ക് സാധിക്കും. സഹോദരങ്ങളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങൾക്ക് ആവശ്യമായ സമയത്ത് സഹായങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയും അതിലൂടെ മികച്ച വിജയം നേടാനും സാധ്യതയുണ്ട്. നക്ഷത്രഫലങ്ങളെ പ്രത്യേകം നോക്കുമ്പോൾ മകയിര്യത്തിന്റെ ആദ്യ 2 പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായി കാണുന്നു. കൂടാതെ ഇതുവരെ മുടങ്ങിക്കിടന്ന സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ തേടിയെത്തുകയും ചെയ്യാം. പുണർദത്തിന്റെ 3ഉം 4ഉം പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ ലാഭമുണ്ടാകാനും കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും സാധ്യതയുണ്ട്. ഈ കാലഘട്ടത്തിൽ ഗുണഫലങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി നിങ്ങൾ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ നൽകുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ദോഷശമനത്തിന് സഹായകരമാകുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളും അവസരങ്ങളും ഒരുപോലെ നൽകുന്ന ഒരു ഘട്ടമാണ്. നിങ്ങൾ ഈ അവസരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉറച്ച മുന്നേറ്റങ്ങൾ നേടാൻ സഹായിക്കും.